ഇത് അഹം കൊഴിയാനുള്ളൊരു കാലം കൂടിയാണ്. ഉള്ളിൽ നിന്നൊരു ശൂന്യവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ കുറെ കൂടെ ഗൗരവമായിട്ട് ചിന്തിക്കണം. സാധാരണ നമ്മൾ പുറമേ ഉള്ള ചില അടർന്നു പോകലിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം ഉപേക്ഷിക്കുക, മറ്റ് ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഈ സമയത്ത് ഉപേക്ഷിക്കുക. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായി മാറുന്നത് ഉള്ളിൽ നിന്നുള്ള ഒരു അഹം കൊഴിഞ്ഞു പോകുന്ന കാര്യത്തിലാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, മദ്യം ഉപേക്ഷിക്കുക എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ കാലങ്ങളായിട്ട് ഞാൻ മദ്യപിക്കാറില്ല എന്നൊരാൾ മദ്യപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഹൃദയത്തിലൊരു ലഹരി കൊണ്ട് നടക്കുന്നത്, വിശുദ്ധരെന്ന് സ്വയം തോന്നുന്ന അല്ലെങ്കിൽ എല്ലാ സോ കോൾഡ് പുണ്യവാന്മാർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അത് മറ്റൊരു ലഹരിയാണ്. ഒരു വിശിഷ്ടമായ, തികച്ചും വിഭിന്നമായൊരു ജീവിതം ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മെച്ചപ്പെട്ട് നയിക്കുന്നുണ്ട് എന്നുള്ള ഒരു അഹം. അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷെ നല്ല കാര്യത്തിൻ്റെ ഒരു അഹം നമ്മളിൽ കൂടാം. അങ്ങനെയാണ് നല്ലതൊക്കെ നല്ലതല്ലാതായി മാറുന്നത്. ശരിക്കും ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം ഈശോയെ ആൾക്കാർ കണ്ടത് എങ്ങനെയൊക്കെയാണ്? വീഞ്ഞുകുടിയൻ, ഭോജനപ്രിയൻ, പാപികളോടും ചുങ്കക്കാരോടും ഒക്കെ വിരുന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈശോ എങ്ങനെ പറഞ്ഞത്? ഈശോ ഒരാളിൽ നിന്നും വ്യത്യസ്തനായി മാറി നിൽക്കാനായിട്ട് നിന്നേക്കാൾ മെച്ചമാണ് എന്ന ധാരണ പുലർത്തിക്കൊണ്ടിരുന്ന ഒരാളല്ല. എല്ലാവരോടും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചില ദൂഷണങ്ങളൊക്കെ യേശുക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടത്. സാധാരണഗതിയിൽ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് മറ്റൊരാളെ പാപിയായി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, അയാളെ മദ്യപാനിയാണെന്ന് തിരിച്ചറിയുന്നു, ഞാൻ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. ആ ഒരു വ്യത്യസ്തതാ ബോധത്തിന്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആ അഹംബോധത്തിന് നമ്മൾ ആത്മീയതയെന്ന് പേരിട്ട് കൊണ്ടു നടക്കുന്നു. പഴയ അയിത്തം അഭിഷേകം എന്ന പേരിൽ പുനർജനിപ്പിച്ച് ഭക്തരുടെ ഒരു വലയത്തിൽ അങ്ങനെ നമ്മൾ നടക്കുന്നു. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മീയത അതൊന്നുമല്ല. അവൻ എല്ലാവരോടും ഒപ്പം ഉണ്ടായിരുന്നു. കല്യാണ വീട്ടിൽ വീഞ്ഞു വിളമ്പിയപ്പോൾ അവനുണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ ആൾക്കാർ തിരിച്ചറിയുന്നു വീഞ്ഞിനേക്കാൾ ലഹരി അവനുണ്ടെന്ന്. അങ്ങനെ എല്ലാവരും അവനെ അനുകരിക്കുന്നു. അപ്പോൾ ആരെയും ഒഴിവാക്കി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്ത പുലർത്തുന്നതല്ല, മറിച്ച് ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ എന്തൊക്കെയോ ശ്രേഷ്ഠത ഉള്ളവനാണ് എന്ന് ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ലഹരിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു കാലഘട്ടമാണ്. നമുക്ക് അഹം കൊഴിയാനൊരു കാലം. ഇത് മലകയറ്റങ്ങളുടേതല്ല, പടിയിറക്കത്തിൻ്റെ ഒരു ആത്മീയത നമുക്ക് അഭ്യസിച്ചു തുടങ്ങാം. നന്ദി.